ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത് സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. கிறிஸ்துக்குள் பிரியமானவர்களே, கேரளாவில் ஏற்பட்ட ஆட்சி மாற்றத்தை அடுத்து அங்கு புதிய முதலமைச்சராக அறிவிக்கப்பட்ட வி.டி. சதீசன் அவர்கள் வேற்று மத நம்பிக்கையை கொண்டவராக இருந்தாலும் இயேசு கிறிஸ்துவே சத்தியம் என்றும் இயேசு கிறிஸ்துவின் வசனங்கள் என் வாழ்க்கையை மாற்றியது என்றும் பல்வேறு இடங்களில் ஆண்டவராக இயேசு கிறிஸ்துவை குறித்து அவர் பேசிய காட்சிகள் தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. இந்த அருமையான காட்சிகளை இப்போது பாருங்கள், உங்கள் நண்பர்களுக்கும் பகிர்ந்து கொள்ளுங்கள். എന്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തലത്തിൽ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ 121 സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് ഇത് തരുന്നത്. ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ്. അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ട്. അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അതിലെ 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അതിൽ പറയുന്ന 1-ാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. പ്രാർത്ഥന കൊണ്ട്, അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് ഈ വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ഒരു സംശയം വേണ്ട. പ്രാർത്ഥന ശക്തിയാണ്. ആ ശക്തിയുടെ മുന്നിൽ ബാക്കി എല്ലാം പരാജയപ്പെട്ടു പോകും. இந்த சேனலை சப்ஸ்கிரைப் செய்து கொள்ளுங்கள்.